എന്തായാലും വിഷുവിൻ്റെ തലേദിവസമാണ് കേട്ടോ കമ്പിത്തിരിയും പടക്കും മേശപ്പൂവും തലച്ചക്രം അതൊക്കെ കത്തിക്കണമായിരുന്നു. എനിക്ക് ഈ കമ്പിത്തിരിയാണ് കൂടുതൽ ഇഷ്ടം. ബാക്കിയുള്ള പിടിക്കാൻ ചെറിയൊരു പേടിയാണ്. പക്ഷെ ഇതാണ് ഞാൻ കൂടുതൽ കമ്പിത്തിരി ആയിട്ട് കത്തിക്കുക. പിന്നെ ഇത് ഞങ്ങൾ ഫസ്റ്റ് പടക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ആ പാക്കറ്റ് എഴുതിനായിരുന്നു അത് കമ്പിത്തിരിയാണ്. പിന്നെ ഞങ്ങൾ കത്തിച്ച് നോക്കി. പിന്നെ കത്തണില്ല, ഒന്നുകൂടി കത്തിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു വെറൈറ്റി കമ്പിത്തിരിയാണ് സത്യം പറഞ്ഞാൽ. ഇത് കത്തിക്കുമ്പോൾ ഫസ്റ്റ് നല്ല മേശപ്പൂ പോലെ കത്തിക്ക് പോകുന്നുണ്ട്. ഇത് കുറച്ച് ഫ്ലാഷ് പോലെ ആവണേൻ്റെ ഒരു മോഡലാണ് കേട്ടോ. ഇങ്ങനെ ലൈറ്റ് ഫ്ലാഷ് ആവുന്നുണ്ട്. ഇത് പതുക്കെ സ്പീഡായി തുണ്ടേശം സ്പീഡായിട്ട് വരും കേട്ടോ. ഇതൊരു വെറൈറ്റി സാധനം തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. ഒരു അടിപൊളിയാണ്, നല്ല വെറൈറ്റി സാധനം. ഇങ്ങനത്തെ കമ്പിത്തിരി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഈ കമ്പിത്തിരി സൂപ്പർ എന്ന് പറയാം. പക്ഷെ കത്തിക്കുമ്പോൾ കണ്ണൊക്കെ ഒരു എന്തോ ഒരു പോലെയാവും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കമ്പിത്തിരി കത്തിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മേശപ്പൂവാണ് കേട്ടോ കത്തിക്കാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ മേശപ്പൂ കത്തിച്ചു. നല്ല രസമുണ്ടായിരുന്നു വൈകുന്നേരം മേശപ്പൂ കത്തുന്നത് കാണാൻ. രാവിലെ കത്തിക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല, വൈകുന്നേരം നല്ല രസമല്ല. അങ്ങനെ മേശപ്പൂ രണ്ടെണ്ണം കത്തിച്ച് പറഞ്ഞാൽ കത്തിയില്ല. പക്ഷെ ഒരെണ്ണമാണ് മേശപ്പൂ വിരിഞ്ഞു വന്നത്. അങ്ങനെ ഞങ്ങൾ തലച്ചക്രമാണ് കത്തിക്കാൻ നിന്നത്. തലച്ചക്രം കത്തിച്ചു. പിന്നെ നമ്മൾ വീണ്ടും മേശപ്പൂ തന്നെ കത്തിച്ചു. പക്ഷെ പടക്കം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പടക്കത്തിൻ്റെ ഇടയിൽ കിട്ടിയത് ഒരു ചന്ദനത്തിരിയാണ് ഇട്ടത്. വലിയ ചന്ദനത്തിരി. ഞാൻ ആദ്യമായിട്ടാണ് വലിയ ചന്ദനത്തിരിയൊക്കെ കാണുന്നത്. ഇത് കത്താണ്ടായതാണോ എനിക്ക് പിടി കിട്ടുന്നില്ല. ചിലപ്പോൾ ഇത് കമ്പിത്തിരി ആണെങ്കിലോ ഒന്നും മനസ്സിലാവണില്ല. ഞങ്ങൾ ചന്ദനത്തിരിനെ പോലെ എനിക്ക് തോന്നി. പിന്നെ വീണ്ടും കമ്പിത്തിരി കത്തിച്ച് പിന്നെ വിഷുവിൻ്റെ കണിയൊക്കെ ഒരുക്കി വെച്ചു ഞങ്ങൾ. പിന്നെ വിഷു കണീൻ്റെ സമയത്ത് വിളക്ക് കത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കണിയൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും മാസ്ക് ഇട്ടിട്ട് ഞങ്ങൾ വീണ്ടും പടക്കും കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ നിന്നു. അങ്ങനെ അമ്മ എന്തോ കത്തിക്കണായിരുന്നു മെഴുകുതിരിനെ. അടുത്തത് പടക്കം പൊട്ടിക്കാനാണ് ഞാൻ പോകണ്ടായിരുന്നത്. നമുക്കത് കാണാം. ഓക്കെ, അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചു രാവിലെ തന്നെ. പിന്നെ എൻ്റെപ്പാസ് നമ്മൾ വിഷു കട്ടൊക്കെ തിന്നു. പിന്നെന്ന് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നത് കേട്ടോ. അമ്മേൻ്റെ വീട്ടിലാണെങ്കിൽ മഞ്ഞപ്പൂക്കൾ നല്ല രസമായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.